നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഭരണകക്ഷി MLA PV അൻവർ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഭരണ പ്രതിപക്ഷാംഗങ്ങളെ ഒന്നുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ശശിയുടെ വിശ്വസ്തനും ക്രമസമാധാന ചുമതലയുമുള്ള ADGPയുമായ MR അജിത് കുമാർ കൊടും കുറ്റവാളിയാണെന്ന അൻവറിൻ്റെ ആരോപണത്തിൻ്റെ കുന്തമുന ചെന്ന് തറയ്ക്കുന്നതും ശശിയിലേക്ക് തന്നെയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി തികഞ്ഞ പരാജയമാണെന്നും മുഖ്യമന്ത്രി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നില്ല എന്നും അൻവർ തറപ്പിച്ച് പറഞ്ഞു വെച്ചു. CPMൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ പാർട്ടിയുടെ ഒരു MLA മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരെയും ഇതേവരെ ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്കെതിരെയും ഈ മട്ടിൽ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അൻവർ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞ് ഒഴിയാമെങ്കിലും അൻവർ തുറന്നുവിട്ട ഭൂതത്തിനെ ഉടനെ ഒന്നും പിടിച്ചു കെട്ടുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നേതൃത്വം ഒരുപാട് വിയർക്കേണ്ടി വരും. അതേസമയം അൻവറിനെതിരെയുള്ള ഭൂമി കയ്യേറ്റം തുടങ്ങിയ നിരവധി ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായി ഇടത് സ്വതന്ത്രനായി വിജയിച്ച അൻവർ വരുംകാല തിരഞ്ഞെടുപ്പ് നോട്ടമിട്ട് UDFിലേക്ക് ചാടുവാനുള്ള കരുക്കൾ നിൽക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ കരിവാരി തേക്കൽ എന്ന് ഇടത് ന്യായീകരണ ഗുണ്ടകൾ പറയുമെങ്കിലും അത് കാര്യമത്ര ശരിയാണ് എന്ന് തോന്നുന്നില്ല. പിണറായി വിരുദ്ധ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ ഇത് ഏറെക്കുറെ വിശ്വസിക്കാതെ തരമില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. കൃത്യം 13 വർഷം മുമ്പ് 20ാം പാർട്ടി കോൺഗ്രസിന് തൊട്ട് മുമ്പായിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്തനും ചാവേറുമായിരുന്ന പി ശശിക്കെതിരായിട്ടുള്ള ഈ നടപടി പാർട്ടി സംവിധാനത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. വിഭാഗീയത കൊടുങ്കുത്തി വാഴിരുന്ന കാലത്ത് VS അച്യുതാനന്ദൻ്റെ കണ്ണിലെ കരടായിരുന്നു പി ശശി. സദാചാര വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളിൽ നിന്ന് പി ശശിയെ രക്ഷിക്കുവാൻ പിണറായി പരമാവധി ശ്രമിച്ചിട്ടും അന്ന് ഫലം കണ്ടില്ല. CPM MLA ആയിരുന്ന KP പത്മനാഭൻ്റെ ബന്ധു നൽകിയ പരാതിയുടെ പേരിലായിരുന്നു അന്ന് ശശിക്കെതിരെ നടപടി ഉണ്ടായത്. പി ശശിയുടെ കാര്യത്തിൽ പാർട്ടി നല്ല തീരുമാനമാണ് കൈക്കൊണ്ടത്. എല്ലാവർക്കും സന്തോഷമുള്ള തീരുമാനമാണ്. നിങ്ങളുടെ സന്തോഷത്തോട് ഞാനും യോജിക്കുന്നു. ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെക്കുറിച്ച് VS പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: നടപടി കുറച്ചുകൂടി നേരത്തെ ആയിരുന്നുവെങ്കിൽ നന്നായേനെ എന്നുകൂടി VS അന്ന് പറഞ്ഞു വെച്ചു. ഇതിൽ ഒരുപാട് ധ്വനികളുണ്ടായിരുന്നു. പി ശശിയെ രക്ഷിക്കുവാൻ പിണറായി സകല അടവുകൾ വന്ന് പയറ്റിയതിനെക്കുറിച്ച് ആയിരുന്നു VSൻ്റെ പരിഹാസം. പാർട്ടിയിലെ ചേരിതിരിവിൽ VSൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു പി ശശി. അക്കാലത്ത് ശശി പാർട്ടിക്ക് നൽകിയ കത്തിൽ VSനോടുള്ള വൈരാഗ്യവും വ്യക്തമായിരുന്നു. സഖാക്കളെ കുത്തി മലർത്താൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുന്നയാൾ എന്നാണ് പി ശശി അന്ന് VSനെ വിശേഷിപ്പിച്ചത്. 1987-91 കാലത്ത് EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. പിണറായിയുടെ പിന്തുണയിലാണ് ശശി ആ പദവിയിലെത്തിയത്. അന്നും പി ശശി പോലീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സർവശക്തനായിരുന്നു. അക്കാലത്തും ശശിക്കെതിരെ നിരവധി ആരോപണങ്ങളൊന്നും ഉയർന്നിരുന്നു. പി ശശിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ബെർലിൻ കുഞ്ഞനന്തൻ നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇക്കാര്യം തുറന്നെഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം സുപ്രധാനമാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരൻ തൻ്റെ വിശ്വസ്തനായ പി ശശിയെ ആ സ്ഥാനത്ത് നിയമിച്ചതോടെ ഭരണത്തിൻ്റെ കടിഞ്ഞാണും പിണറായിയുടെ കൈകളിലായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിയന്ത്രണം പി ശശിക്കായിരുന്നു. മുഖ്യമന്ത്രി നയനാരാകട്ടെ ശശി പറഞ്ഞിടത്തെല്ലാം ഒപ്പിട്ട് കൊടുത്തു. നയനാരുടെ ദൗർബല്യം അതാണ്. ഒരാളെ വിശ്വസിച്ച് പോയാൽ കണ്ണടച്ച് വിശ്വസിക്കും. ഇതാണ് കുഞ്ഞനന്തൻ നായർ എഴുതിയത്. ഏഷ്യാനെറ്റിൽ ആഴ്ചയിലൊരിക്കൽ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്ന കോമഡി പ്രോഗ്രാമത്തിൻ്റെ അവതാരകനാക്കി മുഖ്യമന്ത്രിയെ മാറ്റിയതും ശശിയും കൂട്ടരുമായിരുന്നു. മുഖ്യമന്ത്രി നയനാരെ അങ്ങനെ പരിമിതപ്പെടുത്തി. ദൈനംദിന ഭരണകാര്യങ്ങൾ നയനാർ ശ്രദ്ധിക്കാതെ വന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പണം കൊടുത്ത് സ്വാധീനിക്കാമെന്ന നില അന്ന് സംജാതമായി. ഇതേ കാലയളവിൽ പി ശശി പോലീസിനെ ആകമാനം നിയന്ത്രിച്ചിരുന്ന കാലം വന്നെത്തി. ഇന്ന് ഭൂമി കയ്യേറ്റം മാത്രമായിരുന്നുവെങ്കിൽ കേരളം മുഴുവനും മദ്യത്തിൽ മുക്കിക്കൊന്നിരുന്ന
സ്പിരിറ്റ് കടത്ത് കാലം കൂടിയായിരുന്നു. നയനാർ മുഖ്യമന്ത്രിയായിരുന്നു ആ കാലം. നയനാർ അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് പാറലോബിയും സ്പിരിറ്റ് കടത്ത് സംഘവും പ്രവർത്തിച്ചിരുന്നത്. സംഘത്തലവൻ പി ശശിയും. അന്ന് 96 മുതൽ 2001 വരെയുള്ള കാലമായിരുന്നു സ്പിരിറ്റ് കടത്തിൻ്റെ പൂക്കാലം. 96 DGP ആയിരുന്ന KV രാജഗോപാൽ, 97 മുതൽ 98 വരെ പോലീസ് മേധാവിയായിരുന്ന CI ചാലി IPS, M സത്താർ കുഞ്ഞ് IPS എന്നിവരുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഈ സ്പിരിറ്റ് കടത്ത് ലോബിക്കുണ്ടായിരുന്നു. മണിച്ചനെയൊക്കെ മദ്യരാജാവാക്കുന്നതിൽ ഈ ലോബിക്കുള്ള പങ്ക് ചില്ലറയല്ല. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, 2000 ഒക്ടോബർ 21 കേരളത്തെ നടുക്കിയ കല്ലുവാതുക്കൽ ദുരന്തം ഉണ്ടായത്. 31 പേർ മരിച്ചു, 6 പേർക്ക് കാഴ്ച നഷ്ടമായി, 150 പേർ ചികിത്സ തേടി. മണിച്ചൻ വീട്ടിലെ ഭൂഗർഭ അറകളിലാണ് അന്ന് വ്യാജമദ്യം സൂക്ഷിച്ചിരുന്നത്. വിഷ സ്പിരിറ്റ് കലർത്തിയതാണ് ദുരന്ത കാരണം. വീര്യം കൂട്ടാൻ കാരണം ഇത്തരത്തിൽ കേരളത്തിൽ സ്പിരിറ്റ് ഗോഡൗണാക്കുന്നതിൽ ശശിയും പോലീസ് കൂട്ടരും വഹിച്ച പങ്ക് ചില്ലറയല്ല. അതേസമയം പിണറായി വിജയൻ്റെ ബിനാമിയായ പി ശശിയെ 2011 പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 13 വർഷത്തിന് ശേഷം 2022 ഏപ്രിൽ 19 വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി തിരിച്ചെത്തി. പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശൻ സെക്രട്ടേറിയറ്റ് അംഗമായ ഒഴിവിലേക്കാണ് പിണറായി വിജയൻ പി ശശിയെ തിരിച്ചു കൊണ്ടുവന്നത്. കേരളത്തിലെ CPMൻ്റെ സമീപകാല ചരിത്രത്തിലൊന്നും പാർട്ടി പുറത്താക്കിയ ഒരാൾക്ക് ഇത്ര ഉന്നതമായ പദവി നൽകി തിരിച്ചെടുത്തതായി കേട്ടുകേൾവി പോലുമില്ല. ബദൽരേഖ വിവാദത്തെ തുടർന്ന് പാർട്ടി പുറത്താക്കിയ MV രാഘവൻ രൂപീകരിച്ച CMBയോട് കണ്ണൂരിലെ അക്കാലത്തെ പാർട്ടിക്കാരായ നിരവധി ചെറുപ്പക്കാർ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടിയിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന MERനോട് യുവ നേതാക്കൾക്ക് ഒരുതരം വീര ആരാധനയായിരുന്നു. ചെറുപ്പക്കാരുടെ കുത്തൊഴുക്ക് തടയുവാൻ പാർട്ടി അന്ന് നിയോഗിച്ചത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനായിരുന്നു. അന്ന് SFI നേതാവായിരുന്ന ശശിക്ക് ആഭിമുഖ്യം MV രാഘവനോടായിരുന്നു. MERനോടൊപ്പം പോകാൻ നിന്ന പി ശശി എന്ന വിദ്യാർത്ഥി നേതാവിനെ മറ്റ് പലരെയും പോലെ ചേർത്ത് നിർത്തിയത് സഖാവ് പിണറായി വിജയനായിരുന്നു. അക്കാലത്ത് പിണറായിയുടെ മികവുറ്റ നേതൃത്വ പാഠവും സംഘടനാശേഷിയുമാണ് MER പ്രഭാവത്തിൽ കണ്ണൂരിൽ തടഞ്ഞു നിർത്തുവാൻ ഇടയാക്കിയത്. പിന്നീട് ശശിക്കുണ്ടായ എല്ലാ ഉയർച്ചകളുടെയും മുഖ്യ കാർമ്മികൻ പിണറായി ആയിരുന്നു. ഈ സംരക്ഷണത്തിലാണ് നയനാരുടെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന തന്ത്രപ്രധാനമായ പദവി ശശിയുടെ കൈകളിൽ എത്തിച്ചത്. പാർട്ടിയിൽ വിഭാഗീയത കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് പിണറായിയുടെ തേരാളിയായിരുന്നു ശശി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയിൽ തിളങ്ങി നിന്ന കാലത്താണ് ശശി സദാചാര വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ പുറത്തായത്. രക്ഷിക്കാൻ പിണറായി പരമാവധി ശ്രമിച്ചിട്ടൊന്നും നടക്കാതെ പോയി. പാർട്ടിയിലും സർക്കാരിലും ചോദ്യം ചെയ്യാനാകാത്ത നേതാവായി പിണറായി മാറിയപ്പോൾ അദ്ദേഹം തൻ്റെ വിശ്വസ്തനെ അധികാര കസേരയിലേക്ക് തിരിച്ച് കൊണ്ടുവന്നു. വീണ്ടും സർവശക്തിയുള്ള സൈന്യാധിപനാക്കി മാറ്റി. കഴുത്തുവേദനയ്ക്ക് ചികിത്സയ്ക്കായി പോകുന്നതിന് അവധിയിൽ പ്രവേശിക്കുന്നു എന്നായിരുന്നു 2011 ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഘട്ടത്തിൽ പാർട്ടിയുടെ വിശദീകരണം. കഴുത്തുവേദന എന്തെന്ന് നമുക്കൊക്കെ അറിയാം. പിന്നീടാണ് പാർട്ടി പുറത്താക്കിയ വിവരം ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. ശശിക്കെതിരെ അതീവ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഇപ്പോൾ അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. വീണ്ടും പിണറായി രക്ഷകനാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അൻവർ തിരക്കഥ എഴുതിയാടുന്ന ഈ നാടകം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അത് അറിയുവാൻ സാധാരണക്കാരെ പോലെ തന്നെ CPMലെ വലിയ വിഭാഗം അണികളും നേതാക്കളും ഒന്നുപോലെ കാത്തിരിക്കുകയാണ്.